Good morning, everyone. Okay. Today we are going to learn a story. Okay. Teacher is going to teach a story. Story about the prayer, the power of prayer. Did you pray every day? പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ആരെ ഇഷ്ടം? ഏത് ദൈവത്തെ ഇഷ്ടം എല്ലാവർക്കും? റെഡ്. ഇഷാൻ ശരിക്കും എനിക്ക് ക്ലാസ്സില് ഏത് ദൈവം ഇഷ്ടം എല്ലാവർക്കും? പിങ്ക് ദൈവം. അതാണ് ദൈവം. ദൈവത്തിന്റെ പേരെന്താണ്? നൈനിക പറയും. ടീച്ചറാ. ചാമി. ഏത് ചാമി ഇഷ്ടം നിനക്ക്? ഇപ്പൊ എല്ലാരും രാവിലെ പ്രാർത്ഥിക്കാറില്ലേ സ്കൂളിൽ വരുമ്പോ? അപ്പൊ ആ പ്രാർത്ഥനയെ നമ്മളെ കുറിച്ച്, ആ പ്രേയറിനെ കുറിച്ച്, ദ പവർ ഓഫ് ദ പ്രേയർ എന്ന ചാപ്റ്റർ, അതൊരു സ്റ്റോറി നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ദശിക, സ്റ്റാർട്ട്. ഓക്കെ. There lived a family of cuckoo birds on a treetop. The mother bird laid many eggs and all of them hatched out into beautiful cuckoo chicks. Ishan, listen here. ഒരു കാട്ടില് ഒരു മരത്തിന്റെ മുകളില് ഒരു കൂടുണ്ടായിരുന്നു. കുക്കു എന്ന് കുക്കു ബേർഡ് ഉണ്ടോ നിങ്ങള്? കുക്കു ബേർഡ് ഒരു ബേർഡാണ്. ആ ബേർഡിന്റെ ഒരു നെസ്റ്റ് ഉണ്ടായിരുന്നു. ആ നെസ്റ്റില് ഒരു അമ്മ കുക്കു, അത് അമ്മ ബേർഡ് കുറെ മുട്ടയിട്ടുണ്ടായിരുന്നു. ആ മുട്ടയൊക്കെ എന്ത് ചെയ്തു? വിരിഞ്ഞ് അതില് കുറെ എന്തുണ്ടായി? അതില് ചിക്കൂസ്, കുക്കു ചിക്സ്, അതായത് നമ്മുടെ ചെറിയ ചെറിയ കുക്കു ബേർഡ്സ്. അമ്മ കുക്കു, പിന്നെ കുറെ ചെറിയ ചെറിയ കുഞ്ഞു എന്തുണ്ടായത്? കുക്കു ചിക്സ് ഉണ്ടായി. One among them was, Lashika, listen here. One among them was a disabled. Okay, അതിൽ ഒരു കുഞ്ഞിന് എന്താണ്? ഒരു കുഞ്ഞിന് പറക്കാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ പറ്റില്ല. അതിന് ഡിസേബിൾഡ് ആണ്. അതിനെന്തോ കയ്യോ കാലോ എന്തോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ഹെൽത്തി ആയിരുന്നു. ഓക്കെ. The mother bird was very affectionate with this chick. പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ കുഞ്ഞിനായിരുന്നു. കുട്ടിക്ക് പറക്കാൻ പറ്റില്ല, പാവല്ലേ. അപ്പൊ ആ കുട്ടിയായിരുന്നു ആർക്ക്? ലക്ഷിക. ആ കുട്ടിയായിരുന്നു ആർക്ക് കൂടുതൽ ഇഷ്ടം? അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ. So was the father bird too. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ആരെയും ഇഷ്ടം? ആ കുക്കു ചിക്കിനെയായിരുന്നു ഇഷ്ടം. Both the parents looked turned to feed the chicken. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തായോ? ബാക്കിയുള്ള കുട്ടികളൊക്കെ പറന്നു പോയിട്ട് അവരുടെ ഫുഡ് തൊടിക്ക് വരും അല്ലേ? എല്ലാരും പറക്കാനായപ്പോ ബാക്കി എല്ലാവരും അവരവരെ ഫുഡ് എടുക്കാൻ പോകും. പക്ഷെ ഈ കുട്ടിക്ക് പറക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അച്ഛനും അമ്മയും പറന്നു പോയിട്ട് അവർക്ക് എന്താ അവർക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. കൂട്ടിൽ തന്നെ വന്ന് കൊടുക്കും. അങ്ങനെ അത് ഫുഡ് കൂട്ടിലിരുന്ന് കഴിക്കും. One day there was a big forest fire. It was spreading fast too. ഒരു ദിവസം അങ്ങനെ ഇരിക്കുക. ഒരു ദിവസം എന്തായാലും കാട്ടിൽ ഫുള്ള് തീ പടർന്നു. ഫോറസ്റ്റ് ഫയർ കണ്ടിട്ട് നിങ്ങൾ? കാട്ടുതീ. കാട്ടിൽ ഫുള്ള് തീ വന്ന് മരങ്ങളൊക്കെ കത്തിപ്പിടിക്കും. മരങ്ങളൊക്കെ കത്തിപ്പിടിക്കുക, ഫുള്ള് തീ പിടിക്കാൻ തുടങ്ങി. All birds and animals vacated the place in fear. അപ്പോൾ അവിടെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി. അയ്യോ, അവന്റെ വീടൊക്കെ പോയേ. കാട്ടില് തീ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ പക്ഷികളും മൃഗങ്ങളൊക്കെ വേഗം അവിടുന്ന് പോകാൻ തുടങ്ങി. The father bird said to his chicks, "Fly away, children, fly away to safety." അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ മക്കളെ നിങ്ങൾ വേഗം ഓടിക്കോ. അച്ഛൻ പറയാണ് കുക്കു ബേർഡ്, എന്റെ മക്കളെ വേഗം സേഫ്റ്റി ആയിട്ട് ഓടിക്കോ, എവിടേക്ക് ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. The mother bird asked with sorrow in her throat, "How can we leave this poor chick that can't even walk?" The parents decided to stay with the chicken. അപ്പൊ അമ്മ സങ്കടത്തിൽ പറഞ്ഞു, അയ്യോ എന്റെ ബാക്കിയുള്ള മക്കളൊക്കെ പറന്നു പോകും, പക്ഷെ ഈ കാലിന് സുഖമില്ലാത്ത ഈ കുട്ടി നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാവും പറന്നു പോണത് അല്ലേ? ഒരു കുക്കു ബേർഡിന് പറക്കാൻ പറ്റുമോ? അതിന് കാലൊന്നുമില്ല. അപ്പൊ അവന് നടക്കാൻ പോലും കഴിയില്ല. പിന്നെ എങ്ങനെ എന്റെ കുട്ടിക്ക് പറക്കാൻ കഴിയും? അവൻ രക്ഷപ്പെടില്ല, അവന് കീഴിൽപ്പെട്ട് ചത്തുപോകുകയെന്ന് അമ്മ പറയണ. അപ്പൊ അച്ഛൻ പറയണ, നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി എല്ലാവരും പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും എവിടെ ഇരിക്കുക? കൂട്ടില് ഈ കുഞ്ഞിന്റെ കൂടെ തന്നെ ഇരിക്കുക. നമ്മൾ മരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് മരിക്കുക. അങ്ങനെ പറഞ്ഞ് അച്ഛൻ കുക്കു, അമ്മ കുക്കു, ഈ കുഞ്ഞു കുക്കുവിന്റെ കൂടെ എവിടെ ഇരിക്കണം? നെസ്റ്റിൽ തന്നെ ഇരിക്കണം. The disabled chick started praying earnestly. അപ്പോഴാണ് ഈ കുഞ്ഞ് കുക്കു എന്ത് ചെയ്ത്? വേഗം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. എന്താ ഇങ്ങനെ കാണിക്കുന്നത്?
ഇങ്ങനെ പ്രാർത്ഥിക്കില്ലല്ലോ. എന്താ പ്രാർത്ഥിച്ചതല്ല? ആ കുക്ക് പറഞ്ഞത്, ഓ ലോർഡ്, എന്റെ ദൈവമേ, പ്ലീസ് quench the forest fire and save all the animals. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ കാട്ടുതീനെ ശമിപ്പിക്കണേ ഇഷാൻ, ശമിപ്പിക്കണേ. ഞങ്ങളുടെ ഈ ഫോറസ്റ്റിലുള്ള എല്ലാ ബേർഡ്സും അനിമൽസും രക്ഷപ്പെടട്ടെ. ആർക്കും ഒന്നും സംഭവിക്കാതെ ഈ ഫോറസ്റ്റിലെ കാട്ടുതീയൊക്കെ വേഗം പോട്ടെ എന്ന് ആരോട് പ്രാർത്ഥിച്ചു? ദൈവത്തോട് കുക്കു പ്രാർത്ഥിച്ചു. Look at the affection and love my parents have for me. നോക്കൂ, എന്റെ കാരണം എന്തെയ്യാൻ, എന്റെ കാരണം എന്റെ അച്ഛനും അമ്മയടക്കം പോയില്ല. അവര് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് അല്ലേ? അവര് പറഞ്ഞു പോവാ, അവരെ കഷ്ടപ്പെടുത്തല്ലേ. അപ്പൊ ദൈവം വേഗം എന്ത് ചെയ്യാം, ഈ കാട്ടുതീ ഒന്ന് വേഗം ഇല്ലാണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. യു ആർ ദ ഫാദർ ഓഫ് ദ വേൾഡ്. ആരാണ് ലോകത്തിലെ വലിയ ആള്? ദൈവം. അപ്പൊ ദൈവം, നീയല്ലേ ലോകത്തിന്റെ ഫാദർ, നീയല്ലേ ലോകത്തിലെ വലിയ ആള്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അപ്പൊ നീ വേഗം എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നേ. കുക്കു പാവം പ്രാർത്ഥിക്കുന്നത്. ഡോണ്ട് യു ഹാവ് എഫെക്ഷൻ ലൈക്ക് ദാറ്റ് ഓഫ് മൈ പാരന്റ്സ്. നിനക്ക് എന്റെ പാരന്റ്സിനെ പോലെ എന്റെ ഇഷ്ടമല്ലേ? അപ്പൊ എന്റെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളെ കാണിച്ച വേഗം ദൈവം കേൾക്കില്ലേ? അപ്പൊ നിനക്ക് എന്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ പ്രാർത്ഥന വേഗം കേൾക്കണമെന്ന് ഈ പാവം കുക്കു പറയണം. വാട്ട് ഈസ് സർപ്രൈസ്? അപ്പൊ പെട്ടെന്ന് പ്രാർത്ഥന എന്താ സംഭവിച്ചത്? The forest was drenched by a sudden rain. ഫോറസ്റ്റിൽ മൊത്തം എന്ത് വന്നു? റെയിൻ, മഴ പെയ്തു. പ്രാർത്ഥന എന്ത് പെയ്തു? മഴ പെയ്ത്. ആ തീയൊക്കെ മഴ പെയ്തപ്പോ എന്തായി? പോവും ഇല്ലേ? നമ്മള് തീയില് വെള്ളം ചേർന്നോ? തീ പോവില്ലേ? അപ്പൊ ഫുള്ള് തീ പിടിച്ചിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് മഴ വന്നപ്പോ എന്തായി? എല്ലാ തീയും പോയി. ആൻഡ് ദ ഫോറസ്റ്റ് വാസ് ക്വെൻച്ച്ഡ്. അങ്ങനെ ആ ഫോറസ്റ്റില് തീയൊക്കെ അണച്ച്